അപ്പോൾ അയച്ച റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് രഞ്ജൻ സർ ടു കോൾ മീ. അത് ഒരു കളിയാക്കലാണ് എന്നെ സാറിന് സാറ് പറയുന്നത്. MG ശ്രീകുമാർ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ചു. മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള യാതൊരു വഴിയും എനിക്കറിയില്ല, ആരെയും പരിചയവുമില്ല, ഗോഡ് ഫാദറേ ഇല്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി പോയി. പുള്ളിക്ക് വിഷമമായതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല രഞ്ജന മ്യൂസിക് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പാടില്ലെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് കാണണം എന്നുള്ളത്. നവംബർ 16 ജോസഫ് ഉറങ്ങുന്നു, സെപ്റ്റംബർ 20 അമ്മ മരിക്കുന്നു. അദ്ദേഹം പാടിയും ചിലപ്പോൾ ഇതിലും മേലെ പോയതിനെ തന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ആ പാട്ട് MG സാറുടെ ശബ്ദത്തിൽ വന്ന അത് മലയാളികൾക്കൊരു ട്രീറ്റ് ആയെന്ന്. നമസ്കാരം. ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. ആ സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിരുന്നു. ആ സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആനന്ദ് ശ്രീബാല അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രഞ്ജൻ. നമസ്കാരം. നമസ്കാരം. കുറേ ആയോ ഒന്ന് ഇരിക്കണം എന്ന് ആലോചിക്കും. കുറേ കാര്യം അല്ലേ? നമുക്കങ്ങനെ ഇരിക്കാൻ അവസരം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഫോണിൽ സംസാരിക്കും. അതെ അല്ലേ? പിന്നെ ഇന്നൊരു സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യം ഹൈദരൊക്കെയാണ്. ഞാൻ ഹൈദരക്കോടെ ചോദിക്കുക. അതെ അതെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ അതെ അതെ. എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. നമ്മൾ ആ തുടക്കം തൊട്ട് നമ്മളുണ്ട് കാലങ്ങളായിട്ട്. ഇപ്പൊ ഹൈദരക്ക ഈ ചാനൽ പ്രോഗ്രാം അതൊന്നും കണ്ടിട്ടല്ല. പണ്ട് നമ്മൾ റിപ്പോർട്ടറുള്ള കാലം തൊട്ട് കാണും. ഫസ്റ്റ് ഞാൻ ചോദിക്കാം എങ്ങനെയുണ്ട് കണ്ടിട്ട്. അത് ഈ കുറച്ച് നാൾ മുമ്പ് റിപ്പോർട്ടിൽ പോവുകയും ചെയ്തു. ഉറങ്ങല്ലേ? അന്ന് പറയുകയും ചെയ്തു. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന്, ഹൈദർക്ക ഉള്ളപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എന്തായാലും നല്ലൊരു സിനിമ കണ്ട മൂഡിൽ നിൽക്കുകയാണ്. എൻ്റെ മ്യൂസിക്കാണ് എടുത്തു പറയേണ്ടത്. സ്ക്രിപ്റ്റ് പോലെ മ്യൂസിക്കും ഡയറക്ഷൻ പോലെ മ്യൂസിക്കും എന്ത് തോന്നുന്നു കൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അഭിലാഷിന്റെ സ്ക്രിപ്റ്റിനൊരു ഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും അഭിലാഷായിട്ട് സുഹൃത്തായതും കൂടെ കൊണ്ട് ഇവൻ എങ്ങനെ ചിന്തിക്കുന്ന എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയായി പോകാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷ്ണു വിനയ് എന്നുള്ള ഡയറക്ടറുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. വിഷ്ണു ഇങ്ങനെ വേണ്ടത് വലിച്ചെടുത്തേ അടങ്ങുള്ളൂ എന്നൊരു സംഭവമുണ്ട്. ആ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വിഷ്ണു നമ്മുടെ അടുത്ത് വന്നത്. പിന്നെ ഒരു ശല്യം വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്നില്ല. വിഷ്ണു വളരെ കംഫർട്ട് ആക്കുക, നമുക്ക് വേണ്ട സ്പേസ് തരിക, റെസ്പെക്ട് തരിക, ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഭിലാഷിനോട് ഞാൻ പറഞ്ഞു, അളയ വിഷ്ണു പറയുന്ന ഒരു പരിപാടി കൂടെ ഞാൻ പോകാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ പടങ്ങളിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നമ്മളിത് 5ാമത്തെ പടമാണ്. ഞാനും നീയും കൂടെ ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് മ്യൂസിക് ഇതിൽ കൂടെ സംഭവിക്കാം വേറൊരു ഡയറക്ഷൻ വരുമ്പോൾ. അപ്പോൾ അഭിയും പറഞ്ഞു, എടാ നീ എന്താ വെച്ചാൽ ചെയ്തോ, എനിക്ക് തന്നെ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്കോറ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയൊരു ഉദ്യമമായിരുന്നു സത്യം പറഞ്ഞു. അതായത് ഒരു 3 മാസത്തോളം 2.5-3 മാസം സ്കോർ ചെയ്തു. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ റിലീസിൻ്റെ ഡേറ്റൊക്കെ ലേറ്റായി. എല്ലാം പോസ്റ്റൊക്കെ ഒന്ന് ലേറ്റ് ആയപ്പോൾ നമ്മളെ ആരും ശല്യം ചെയ്തില്ല. പ്രൊഡക്ഷൻ ഭാഗത്തൊന്നും പ്രഷർ വന്നില്ല. അപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റി. വേറെ സിനിമ ചെയ്യണമെങ്കിലും സൈഡിൽ കൂടെ അങ്ങനെ ഒരു ബാലൻസിലാണ് ഞാൻ ആനന്ദ് ശ്രീബാല ചെയ്തത്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഞാൻ അതിൽ ട്രാവലായിരുന്നു. എപ്പോഴും ആനന്ദും ശ്രീബാലയും ഈ ക്യാരക്ടേഴ്സൊക്കെ തന്നെയായിരുന്നു വീട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മുടെ തലയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മീറ്റർ ഉണ്ട് ഈ സിനിമയ്ക്ക്. ആ മീറ്ററിൽ നിന്നൊരു തുള്ളി മേലെ പോയാൽ ഫ്ലോപ്പ് ആവും, മ്യൂസിക് ഫ്ലോപ്പ് ആവും, താഴെ പോയാലും ഫ്ലോപ്പ് ആവും. ആ മീറ്റർ തന്നെ പോകണം. അപ്പോൾ അതിനെപ്പറ്റി ആരെന്ത് പറയണമെന്നൊന്നും ചിന്തിക്കാതെ ആ മീറ്റർ അച്ചീവ് ചെയ്യുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചു. സാധാരണ ചില സമയത്ത് ഈ ടോൺ ഇതുവരെ കേട്ടിട്ടില്ല, ഇത് അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ടോൺ കൊണ്ട് വിസ്മയിപ്പിക്കാനുള്ള പദ്ധതിയൊന്നും ആനന്ദ് ശ്രീബാലയിൽ ഞാൻ ഇറക്കിയിട്ടില്ല. ഇത് സിനിമയ്ക്ക് അത്രയും ആപ്റ്റായിട്ടും മ്യൂസിക് ഉണ്ടെന്നൊന്നും അറിയണ്ട, മ്യൂസിക്കിനെ പറ്റി പറയണ്ട, മ്യൂസിക് നന്നായിന്നും പറയണ്ട മോശമെന്നും പറയണ്ട, മ്യൂസിക് ഉണ്ടെന്ന് അറിയാതാവുമ്പോഴാണല്ലോ സ്കോറിൽ അത്രയും ജെല്ലാവുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ഓവറോൾ തിയേറ്റർ മിക്സിങ്ങും ഡബും എല്ലാം കൂടെ ഒരു ഗ്ലൂ, അതാണ് ഞാൻ ഈ സിനിമയിൽ ആഗ്രഹിച്ചത്. ഇപ്പോൾ MR രാജേട്ടൻ്റെ കൂടെ തിയേറ്റർ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ലെവൽ കുറപ്പിക്കും മ്യൂസിക്കിൻ്റെ പലവടിയും. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, സാധാരണ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവിടെ കൂട്ടെന്ന് പറയുന്നത് അവിടെ എന്തിനെ കുറയ്ക്കാൻ പറയുന്നത്. ഹൈദരക്ക ലെവലെ കണ്ടാൽ പറഞ്ഞില്ല സൗണ്ട് എഫക്ട്സ് ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ. അതിൻ്റെ കാരണം അവിടെ മ്യൂസിക് ഡൗൺ ആയതുകൊണ്ടാണ് കിട്ടിയത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സാധനം ആ പാലത്തിന് മുകളിൽ നിന്നപ്പോൾ ഞാൻ പാലത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ കിട്ടി. അതാണ് ഞാൻ അവിടെ മ്യൂസിക് ഏറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. ഇത് ബ്ലെൻഡ് ആക്കിയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രൈ ഇതിലുണ്ട്. പിന്നെ വേറെ വിഷയമാണ്, ഇത്തരം സിനിമകൾ നമ്മളെ പിടിച്ചിരുത്തുന്നതും നമ്മുടെ മനസ്സലിയിക്കുന്നതും മ്യൂസിക്കിലുണ്ട്. ഇതിൻ്റെ ഇമോഷൻ ഭയങ്കരമായിട്ട് വർക്കുണ്ട്. അത് ബാലൻസ് ചെയ്തൊക്കെയാണ് മ്യൂസിക്. അതൊരു എങ്ങനെയാണ് ഒരു ചലഞ്ച് പോലെയല്ലേ അത്? അങ്ങനെ ഒന്ന് ആളുകൾ പിടിച്ചിരുത്തണമെങ്കിൽ അതാ പറഞ്ഞു, ഇതിലൊരു ട്രിക്ക് ഉണ്ടെന്നേ. അതായത് വേണ്ട സ്ഥലത്ത് പൊക്കി അടിക്കണം, വേണ്ടാത്ത സ്ഥലത്ത് വളരെയധികം താഴ്ത്തണം. അപ്പോൾ ആ താഴ്ത്തുമ്പോഴും മ്യൂസിക്കാലിറ്റി ഉണ്ടാവണം അതിൽ. അല്ലാതെ മ്യൂസിക്കാലിറ്റി വിട്ടുകൊണ്ടൊരു താഴ്ത്തലും പൊക്കലും അല്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള എലമെൻ്റ് അമ്മ മകൻ, അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പാലറ്റ്
തിരുത്തി കുറിച്ച സിനിമയാണ് വേണമെങ്കിൽ ശ്രീബല പറയാൻ അതെ പറ്റും. അതെ അതെ നമ്മൾ വിചാരിച്ച പാലറ്റിലല്ല അത് പോയത്. അതിലൊരു അമ്മയും മകൻ നമ്മൾ ഇമോഷനും കൂടെ കണക്റ്റഡ് ആണ്. അതിലൂടെയാണ് ഇൻവെസ്റ്റിഗേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു മ്യൂസിക് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പാട്ട് സെറ്റ് ചെയ്തു. മന്ദാര മലരിൽ എന്ന് പറഞ്ഞ സോങ് ഇപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നൊരു പാട്ടാണ്. ആ പാട്ട് ആദ്യമേ സെറ്റ് ചെയ്തു. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് അമ്മയ്ക്കൊരു ഫാൻറ്റസി കൈൻഡ് ഓഫ് മ്യൂസിക്കാണ് പിന്നെ നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ മ്യൂസിക്, ആ പാട്ടുണ്ടാക്കുമ്പോൾ കിട്ടിയ സോള് വളരെ ഒരു തുള്ളി പോലും മായം കലർത്താതെ ആ പാട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ആ പാട്ടിനെ ബേസ് ചെയ്ത് എന്ത് വായിക്കുമ്പോഴും അത് സോൾ കണക്റ്റ് ആയി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വേരിയേഷൻസ്. ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്യുമ്പോൾ നമുക്ക് കണക്റ്റ് ആകും എന്ന്, ഒരു പ്രേക്ഷകന് കണക്റ്റ് ആകുന്നു എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുന്നത് എപ്പോഴായിരിക്കും? സിനിമ നന്നാവുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പല പടങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുകൊണ്ട് മാമുണ്ടെന്ന ആളായതും കൂടെ കൊണ്ട് എല്ലാ പടങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് നല്ലതും മോശം ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെയധികം സെലക്റ്റീവ് ആവാൻ എന്നെ കൊണ്ട് പറ്റാത്ത കൊണ്ടാണ്. കാരണം എൻ്റെ ലിവിങ് അതായതുകൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് വളരെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. കാരണം നല്ല പ്രൊജക്ട്സ് വന്നു തുടങ്ങി. പക്ഷേ ഇടക്കാലത്തൊക്കെ ഇങ്ങനെ എല്ലാ തരം പടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പടങ്ങൾ മാത്രമൊന്നുമില്ല. പക്ഷെ ഞാൻ എവിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചയിൽ കണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നന്നാവുമ്പോൾ മ്യൂസിക് ഏതെങ്കിലും തരത്തിൽ താഴെ പോയിട്ടുണ്ടെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. താഴെ പോകുന്ന ഉദ്ദേശം എനിക്കറിയാമല്ലോ. ഞാൻ ചിലപ്പോൾ വളരെ മോശമായ ഒരു സിനിമയുടെ മോശം സീക്വൻസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു ഇൻപുട്ടിൻ്റെ 10% ചിലപ്പോൾ ഉണ്ടാവില്ല അതിൽ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം ആ സ്ക്രീൻ പ്ലേയിലും വിഷ്വലിലും അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. അല്ലെങ്കിൽ അത് കണക്റ്റ് ആവില്ല. അപ്പോഴാണ് നല്ല പേര് കിട്ടുന്നത്. സിനിമ നന്നാകുമ്പോൾ മാത്രമേ മ്യൂസിക്കിന് പേരുള്ളൂ. അല്ലാതെ മ്യൂസിക്കിനെ പറ്റി ആരും കൊട്ടി ഘോഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പാട്ടുകളെ പറ്റി പിന്നെയും പറയും. സിനിമ പോയാലും പാട്ടുകൾ, എൻ്റെ എത്രയോ പടങ്ങൾ ഒരു ദിവസം പോലും ഓടാത്ത സിനിമയത്തെ പാട്ടുകളൊക്കെ 10, 15, 20, 30 മില്യണൊക്കെ ഉള്ള പാട്ടിലുണ്ട്. അപ്പോൾ അത് പാട്ടുകൾ ചർച്ച ചെയ്യപ്പെടും. കാരണം അത് സിനിമയ്ക്കപ്പുറം യൂട്യൂബിലും അല്ലെങ്കിൽ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ആൾക്കാർ കേൾക്കുന്നതുകൊണ്ട് പാട്ടുകൾ ചർച്ച ചെയ്യും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടും. ഈ തുടക്കം കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിനിമയിലേക്ക് എത്താനുള്ള ഒരു യാത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ സിനിമയിലേക്ക് എത്തിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആരെ പറയാൻ പറ്റും? യാത്ര എന്ന് പറഞ്ഞാൽ ചില്ലറ യാത്ര എന്നുള്ള യാത്ര ചെയ്തിരിക്കുന്നത്. അത് 2011 ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് മ്യൂസിക്കിന് വേണ്ടിയിട്ട്, മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള യാതൊരു വഴിയും എനിക്കറിയില്ല, ആരെയും പരിചയവുമില്ല, ഗോഡ് ഫാദറേ ഇല്ല. ഞാൻ കിരൺ TV-യിൽ ആങ്കറായിട്ടാണ് തുടങ്ങുന്നത്. അത് ജീവിക്കാൻ വേണ്ടി. സൈഡിൽ കൂടെ ആകാശവാണിയുടെ സ്റ്റാഫ് ആവുന്നുണ്ട് ഞാൻ. വാഴക്കാല് ഇവിടെ NGO ക്വാർട്ടേഴ്സിൽ. അവിടെ പോയിട്ട് ഞാൻ ക്ലാസിക്സ് കഫേ എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങി. ഇപ്പോഴും ആ പ്രോഗ്രാം റണ്ണിങ് ആണ്. പഴയ പാട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കും ആകാശവാണിയിൽ രാത്രി 8 10 മണി വരെ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് KJ ജോയിണം പകർന്ന അതിലായിരുന്നു ഞാൻ. അതിലൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ഒന്നാമത്തെ കാര്യം ഞാൻ ക്ലാസിക്സിന്റെ വലിയ ഫാനാണ്, പഴയ പാട്ടുകളുടെ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശവാണി എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കിരൺ TV-യും ആകാശവാണിയായിട്ടായിരുന്നു 2011 തൊട്ടുള്ളൊരു പോക്ക്. 2015 ശേഷം ആഡുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി. പല ചാനൽസിന് വേണ്ടി, ഫ്ലവേഴ്സ് TV-ക്ക് വേണ്ടി ഒരു മ്യൂസിക് ചെയ്തിട്ടാണ് എൻ്റെ തുടക്കം. അതാണ് എനിക്കൊരു വലിയ പ്രൊജക്റ്റ്. നമ്മളിങ്ങനെ കാത്തിരിക്കാനുള്ള ഒരു സാധനം കിട്ടാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ ആഡൊക്കെ ചെയ്തിട്ട് ഒരു വലിയ പ്രൊജക്റ്റ്, ആൾക്കാർ കാണാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് കിട്ടുന്ന അപ്പോഴാണ്. അപ്പോൾ എനിക്കതൊരു ബാഹുബലിയാണ്. അതെ അതെ, ആ ഒരു ആഡ് എനിക്കൊരു ബാഹുബലിയാണ്. ഒരു ഓണം സീസണിലുള്ള ഒരു ആഡാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫ്ലവേഴ്സ് TV-ക്കാർ എൻ്റെ കൂടെ നിന്നു. അവരുടെ സീരിയൽസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രൊമോ സോങ്സ് ചെയ്യാൻ തുടങ്ങി, ടൈറ്റിൽ സോങ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഒരു സിനിമ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. സിനിമ അത് എങ്ങനെ എത്തിപ്പെടുന്ന ഒരു പിടുത്തമില്ല, ആരെയും പരിചയമില്ല. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബൗൺസ് ബാക്ക് ദൈവം തരുന്നു പറഞ്ഞ പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ്. 2018 പപ്പേട്ടനെ എൻ്റെ ഒരു ഫ്രണ്ട് ബിനോജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പപ്പേട്ടൻ ഞാൻ ഈ ഫ്ലവേഴ്സ് TV-ക്ക് വേണ്ടി ചെയ്ത മ്യൂസിക്കൊക്കെയാണ് കേൾപ്പിക്കുന്നത്. പപ്പേട്ടൻ പറഞ്ഞൊരു പടത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അത് ജോസഫ് ആയിരുന്നില്ല, വേറൊരു പടമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു, ഒരു 2 പാട്ട് ചെയ്യണം. ജോസഫ് എന്ന് പറഞ്ഞിട്ട് പടം മാറി, ജോജു ആണ് ഇതിൽ അഭിനയിക്കുന്നത്, ജോജു ചേട്ടൻ അഭിനയിക്കുന്നത്. അപ്പോൾ ആ പടത്തിൽ നീ മ്യൂസിക് ചെയ്ത് തരണം, പാട്ട് ചെയ്ത് തരണം പറഞ്ഞു. അങ്ങനെയാണ് ജോസഫിലേക്ക് ഞാൻ എത്തിയത്. വളരെ പെട്ടെന്നുള്ള എൻ്റെ ഫ്രണ്ട് എത്തിച്ചത്. ഞാൻ പറയും ആ ഫ്രണ്ട് ഈ പറയാൻ കാരണം ചിലപ്പോൾ ഞാൻ അന്നോട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു ബൗൺസ് ബാക്ക് ആയിരിക്കും എന്ന് ഞാൻ പറയും. അത്ര കാരണം ഇത് വളരെ പെട്ടെന്ന് വന്ന് പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് അവിടെ എത്തി. പക്ഷേ കാലങ്ങളായിട്ട് അതിൻ്റെ പുറകെ ഉണ്ട്. പല ഡയറക്ടേഴ്സിൻ്റെയും ഫ്ലാറ്റുകളിൽ കയറി പോയിട്ട് അവരെ സംസാരിച്ചൊന്ന് വീഴ്ത്തി ബാൽക്കണി കൊണ്ടുപോയിട്ട് ഒരു ഹെഡ്ഫോൺ വെച്ച് മെല്ലെ കേൾപ്പിച്ചു കൊടുക്കും ഞാൻ പാട്ട്. ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റെ. ആ യാത്രയിൽ ഒത്തിരി തട്ടുകേട് വന്നിട്ടുണ്ടല്ലോ. ചെറിയ തട്ടുകേടൊന്നുമല്ല ഹൈദരക്ക, ഭീകരമായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞാൻ അന്ന് ഞാൻ സ്റ്റാർ സിംഗറിൻ്റെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഞാൻ അവസാനത്തെ 20-25 പേരിൽ ഒരാളായിരുന്നു. 6 റൗണ്ട് വരെ പോയ ആളായിരുന്നു. അപ്പോൾ അത്യാവശ്യം ചില ആൾക്കാർക്ക് എന്നെ കണ്ടാലൊക്കെ മനസ്സിലാവും. അപ്പോൾ എനിക്കൊരു ചെറിയ കാറുണ്ട്, എസ്റ്റിലോ കാറുണ്ട്. അപ്പോൾ ആ കാറൊക്കെ ഞാൻ ഓടിച്ചു പോകുമ്പോൾ ഞാൻ
AC ഓഫാക്കിയിട്ട് ഓടിക്കുള്ളൂ. കാരണം എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. AC ഓഫാക്കിയിട്ട് ഓടിക്കും. പക്ഷെ ചൂട് കാരണം ആൾക്കാർ തുറന്നതിന് ആൾക്കാർ ഇനി എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറ്റിയിട്ട് വേർത്ത് ഓടിക്കും. അപ്പോൾ ആ ഒരു അത്രയും സ്ട്രെയിൻ, ഇതിനെ ചെറിയൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അത്രയും സ്ട്രെയിൻ എൻ്റെ മ്യൂസിക്കൽ ലൈഫിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രഞ്ജൻ എവിടെ പോയാലും ആ പാട്ടാണ് ആളുകൾ ചോദിക്കുള്ളൂ. ഏത് സിനിമ ചെയ്താലും ആ ഒരു പാട്ട് വേണം. ആ പാട്ടിൽ പറയുമ്പോഴാണ് അമ്മയായിട്ടുള്ള ഇമോഷനാണ്. അതെ അല്ലേ? അത് സ്വന്തം ലൈഫുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതായത് എൻ്റെ അമ്മ ജോസഫ്, എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് കാണണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനായിട്ട്. അമ്മയ്ക്ക് പാട്ടുകാരനാണ് അമ്മ ശരിക്കും ആഗ്രഹിച്ചത്. പിന്നെ എൻ്റെ എയിം മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അതിൻ്റെ പുറകിലായി. അപ്പം ഞാൻ ചെയ്യുന്ന ആഡൊക്കെ എനിക്ക് തോന്നുന്നു അമ്മ 100, 200, 300 തവണ കേട്ടിട്ടുണ്ടാവും. ഫുൾ ടൈം ഹെഡ്ഫോണാണ് ഈ പറഞ്ഞ ആഡ് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്ത യൂട്യൂബിൽ കയറി ആഡുകളും കാര്യങ്ങളാണ്. ആ സമയത്താണ് നവംബർ 16 ജോസഫ് ഇറങ്ങുന്നു, സെപ്റ്റംബർ 20 അമ്മ മരിക്കുന്നു. 2 മാസം മുന്നേ അമ്മ മരിക്കുന്നു. ആ സമയം വരെ പൂമത്തോളെ എന്ന് പറഞ്ഞ പാട്ട് ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി. അതിനുശേഷം അമ്മയുടെ മരണം കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ ഈ കാണാനും ഞങ്ങളെ കാണാനൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ജോയിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞാൽ ഒരു പാട്ടും കൂടെ ചെയ്യണം, നമുക്ക് ഉണരുമീ ഗാനമൊക്കെ പോലെ രാജാ സാറ് പണ്ട് ചെയ്ത പോലെ തബലയൊക്കെ വെച്ചുകൊണ്ടൊരു പാട്ട് ചെയ്യണം. ഈ സമയത്ത് എന്നോട് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഡ്രോപ്പ് ചെയ്യും. പക്ഷെ നീ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഇത്രയും നീ കഷ്ടപ്പെട്ട് ബാക്കി പാട്ടുകളൊക്കെ ചെയ്തതാണ്. ഈ പാട്ട് നീ തന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് പാലക്കാടാണ്. അപ്പോൾ തിണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഉണ്ടായ പല്ലവിയാണത്. അപ്പുറത്ത് ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. കരണ്ട് പോയ സമയമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത്. അപ്പം ഇങ്ങനെ ഉണ്ടായ പല്ലവിയാണ്. എന്നിട്ട് അമ്മ മരിച്ച് 4ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ കൊച്ചിക്ക് വന്നു. ആക്ച്വലി ഞാൻ അവിടെ നിൽക്കേണ്ട ആളാണ്. പക്ഷേ എനിക്കറിയാം എന്തായാലും എൻ്റെ പാട്ടിന് വേണ്ടിയിട്ടും ഞാൻ അവിടെ വിട്ട് വന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ അമ്മയുടെ സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ തിരിച്ച് കൊച്ചിക്ക് വന്നു. പിറ്റേ ദിവസം വന്നു. ഞാൻ ജസ്റ്റ് മൈക്ക് ഓണാക്കിയിട്ട് ഒറ്റ ടേക്കിൽ പാടിയതാണ് എൻ്റെ അനുപല്ലവി. ഞാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല അനുപല്ലവിയെ കുറിച്ച്. അപ്പോൾ അങ്ങനെ അത് സംഭവിച്ചതാണ് ഹൈദരാബാദ്. ആക്ച്വലി അത് ആ പാട്ട് എൻ്റെ ലൈഫായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ മനഃപൂർവ്വം അമ്മയെ ആലോചിച്ച് ഞാൻ ചെയ്ത പാട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പലരും പല ഇൻ്റർവ്യൂസിലും ഞാൻ ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞ ശേഷം പല ഇൻ്റർവ്യൂസിനെ പറ്റി പറയും. അപ്പം ഞാൻ പറയും ഞാൻ അതിൻ്റെ ഉള്ള മെലോ ഡ്രാമ പൊക്കിയെടുക്കാനല്ല ഞാൻ നോക്കുന്നത്. ആക്ച്വലി അത് എൻ്റെ അമ്മ തന്നൊരു ഗിഫ്റ്റാണ് എനിക്ക് ആ പാട്ട്. ഉറപ്പായിട്ട് അത് ഞാൻ റിയലൈസ് ചെയ്യാൻ പോലും കുറച്ചും കൂടെ ലേറ്റായി എന്നുള്ളതാണ്. എൻ്റെ മെച്യൂരിറ്റി ലെവൽ അത്രയേ ഉള്ളൂ. ആ മെച്യൂരിറ്റി ലെവലുള്ള സമയത്ത് എൻ്റെ അമ്മ പോയതാണ് എന്നെ വിട്ട്. ആ ഒരു സമയത്ത് അമ്മ പോയതാണ്. പക്ഷെ പിന്നീട് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തിയും ആഴവും എത്രമാത്രം ഒരു ഗിഫ്റ്റ് തന്നിട്ടാണ് പോയതെന്നുള്ള സാധനം എനിക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടാവും. അഭിലാഷുമായിട്ടുള്ള കണക്ഷൻ വലിയ കണക്ഷനാണ്. നിങ്ങൾ തമ്മിലുള്ള യാത്ര 5ാമത്തെ സിനിമയിലേക്ക് എത്തിക്കുന്നു അല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയുള്ള ഒരു കഥ എങ്ങനെയാണ്? എനിക്ക് പപ്പേട്ടൻ ആണ് അഭിലാഷിനെ ഒരു തമിഴ് പടം ചെയ്യാനായിട്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അഭിലാഷ് പിന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഫോൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോൾ തന്നെ 1 മണിക്കൂറൊക്കെയാണ്. അപ്പോഴേ മനസ്സിലായി ഇവനൊരു കിളിപോയ ഒരു പാറ്റേൺ ആണല്ലോ. അതായത് 1 മണിക്കൂറൊക്കെ വിളിച്ചങ്ങ് സംസാരിക്കുകയാണ്. കഥ ഫുൾ ഇങ്ങനെ പറയാം. ഇവൻ ആള് ഭയങ്കര പാഷൻ, ചില്ലറ പാഷനല്ല. മലയാള സിനിമയത്തെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടി സിനിമ ചെയ്യാൻ പോകണമെന്ന് അവൻ പറയുന്നത്. അപ്പൊ എനിക്ക് ജോസഫ് അതിന് കുറച്ച് പരിചയങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ ബോബൻ സാമുവലിനെ കുറിച്ച് പറയും. ബോബൻ ചേട്ടൻ്റെ അടുത്ത് ഈ പടം ഞാനാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയും വേറൊരു നിതിൻ വെഞ്ചി പണിക്കർ പറയും. നിതിനോട് ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, അടുത്തത് ഞാൻ നിതിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ എല്ലാ ഡയറക്ടർമാരുടെ കൂടെ പടം ചെയ്യണമെന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഓരോ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടാവോ അവരുടെ കൂടെയൊക്കെ അവൻ കഥ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് അഭിലാഷായിട്ട് ക്ലോസ് ആയിട്ടില്ലല്ലോ, ഫ്രണ്ട് ആയിട്ടില്ല, പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോഴും ഇവനെ മനസ്സിലാക്കി ഇവനാള് വേറെ ലീഗാണല്ലോ. അവന്റെ പാഷനെ ആ സിനിമ എത്തിയ, അതായത് അവൻ കുറച്ചൊക്കെ എക്സാജുറേറ്റ് ചെയ്തിട്ടൊക്കെ പറയുന്നത് ആ സമയത്ത്. കാരണം അവൻ എങ്ങനെ ഇത് അച്ചീവ് ചെയ്തേ പറ്റൂ. അത് എനിക്ക് എൻ്റെ വന്ന വഴി അറിയാലോ. ഒരു സപ്പോർട്ടും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ അറിയാം പൊളിക്കാനാ പോകുന്നത്. കാരണം അമ്മാതിരി ഭ്രാന്തൻ. അപ്പോൾ ആ ഒരു വൈബ് എനിക്ക് ഭയങ്കരമായിട്ട് അഭിലാഷിന്റെ കണക്റ്റായി. ഫസ്റ്റ് പടം ഞങ്ങൾ കടാവർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ഡയറക്ടർ കൂടെയല്ല, ഞാനും അഭിലാഷുമാണ് ഡിസ്കഷൻസ്. കാരണം ഡയറക്ടർ ചെന്നൈയിലായിരുന്നു, ഞങ്ങൾ കൊച്ചിയിലിരുന്ന് വർക്ക് ചെയ്തു. അഭിലാഷിന്റെ ഇഷ്ടമൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് കൂടുതലും ആ പടം ചെയ്തത്. പിന്നെ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്തു. എന്നെ വൈശാഖേട്ടൻ്റെ അടുത്തേക്ക്, വൈശാഖേട്ടൻ എന്ന് പറയുന്ന ആള് ഗോപി സുന്ദറാണ് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ സിനിമ രാജമണി സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം ഗോപിച്ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് എം ജയേന്ദ്രൻ സാറും ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി മാറ്റിയിട്ടേ ഇല്ല, അത് ഗോപിച്ചേട്ടനാണ്. അപ്പോൾ എനിക്കറിയാം വൈശാഖേട്ടൻ്റെ കൂടെ പടം ചെയ്യാൻ പോകണം. അഭിലാഷ് തന്നെ വിളിച്ച് പറയാം. എന്നിട്ട് എന്നോട് എടാ പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ കഴിച്ചോടാ. അപ്പോൾ എനിക്കറിയാം, ഞാൻ പറയാം അളിയാ വേണ്ട, നിനക്ക് വൈശാഖേട്ടൻ്റെ പടം. അപ്പോഴേക്കും ഞങ്ങൾ സുഹൃത്തുക്കളായി. പിന്നെ വൈശാഖേട്ടൻ്റെ പടം നിനക്ക് കിട്ടിയിരിക്കുകയാണ്, നീ അത് ചെയ്താൽ മതി, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം, നീ എനിക്ക് വേണ്ടി വാദിക്കൊന്നും വേണ്ട.
പിന്നെ ആൻഡ്രോ ചേട്ടൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ആൻഡ്രോ ചേട്ടനെ പോലത്തെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി എനിക്ക് ഒരു രീതിയിൽ അവരായിട്ട് ഞാൻ കണക്റ്റഡേ അല്ല. അപ്പോൾ എന്നെ പോലെ ഒരാളെ വെക്കുമോ എന്ന് എനിക്കറിയില്ല. ആ സമയത്തുള്ള ഒരു ധാരണകൾ അങ്ങനെയൊക്കെയാണ് എനിക്ക്. ഞാൻ അവിടേക്ക് എത്താറായോ, ആൻഡ്രോ ചേട്ടൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ചെയ്യാറായോ എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇവൻ പിച്ച് വൈശാഖേട്ടനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തെന്നുള്ളതാണ്. വൈശാഖേട്ടൻ പിന്നെ എന്നെ വിളിച്ച് പെട്ടെന്ന് കാണാൻ വരാൻ പറഞ്ഞു. വൈശാഖേട്ടൻ പറഞ്ഞ പോലെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ നീ എപ്പോഴും തൊടുന്ന ഒരു ടോൺ ഉണ്ടാവില്ലേ, ആ ടോൺ തൊടരുത്. അത്രേ ഉള്ളൂ എൻ്റെ ഡിമാൻഡ്. എപ്പോഴും തൊടുന്ന സാധനത്തിലേക്ക് നീ പോയി കഴിഞ്ഞാൽ അപ്പം നീ അത് കട്ട് ചെയ്യുക, അടുത്ത ടോണിലേക്ക് പോകും. അത് മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വൈശാഖേട്ടൻ്റെ കൂടെ. കിഡിലം എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഒത്തിരി മാസിന്റെ രാജ. അപ്പോൾ വൈശാഖേട്ടനെ പേടിച്ച് വരച്ചാണ് ഞാൻ പോകുന്നത്. പക്ഷെ വൈശാഖേട്ടൻ നമ്മളെ ഭയങ്കര കൂളാക്കി കളഞ്ഞു. അതിൻ്റെ കൂടെ നോബിൾ ഏട്ടനൊക്കെ എന്നോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ നോബിൾ ഏട്ടനോട് പറയുന്നത്, രഞ്ജ മധുരരാജ വന്നു, മധുരരാജ ചെയ്യുമ്പോൾ ഗോപിച്ചേട്ടനെ ഒരു 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ചെന്നൈക്ക് വൈശാഖേട്ടൻ കൊണ്ടുപോയിട്ട് 32ാമത്തെ ദിവസമാണ് വിട്ടത്. അപ്പോ ഞാൻ നല്ല പേടിച്ചിട്ടാ ഇരുന്നത്. ഒരു കർഷം പോലും ഉണ്ടായില്ല എന്നുള്ളത് സ്കോറിൽ വൈശാഖേട്ടൻ്റെ പടത്തിൽ. നൈറ്റ് ഡ്രൈവില് എനിക്കൊന്നും ചെറിയ കാര്യങ്ങൾ വൈശാഖേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചെയ്തിട്ടാണ് കൊണ്ട് കാണിക്കുന്നത് വൈശാഖേട്ടൻ. കാരണം വൈശാഖേട്ടൻ മോൺസ്റ്ററിന്റെ ഷൂട്ടിലേക്ക് പോയി. ഈ നൈറ്റ് ഡ്രൈവ് കഴിഞ്ഞ ഒട്ടന്നെ മോൺസ്റ്ററിന്റെ ഷൂട്ടിലേക്ക് പോയി. ഞാനും അഭിലാഷിനെ വൈശാഖേട്ടൻ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചിട്ടാണ് പോസ്റ്റ് പ്രൊഡക്ഷന്റെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ്. അഭിലാഷിനെ സ്കോർ കാണിക്കുന്നുണ്ട്, അവനും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. വൈശാഖേട്ടൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. കാരണം വൈശാഖേട്ടൻ സഞ്ചരിക്കാത്ത മ്യൂസിക് ഒന്നും ഇല്ല മലയാളത്തിൽ. അപ്പോൾ എന്തായിരിക്കും അറിയില്ല. അപ്പോൾ ഇവനും എനിക്ക് കോൺഫിഡൻസ് തരുന്നില്ല. ശരിയാണ്, ഓക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും വൈശാഖേട്ടൻ ഓക്കെയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഷെറാട്ടണിൽ കൊണ്ടുപോയിട്ട് ഹെഡ്ഫോൺ വെച്ച് വൈശാഖേട്ടൻ കേൾക്കുന്നത്. അപ്പോൾ തന്നെ അഭിലാഷ് പറഞ്ഞാൽ ഇനി അവനെ ശല്യം ചെയ്യരുത്, ഈ അവൻ ചെയ്തോട്ടെ, അവൻ ഓക്കെയാണ്, അവൻ ചെയ്യുന്നതൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ മാസ് പടമൊന്നും ഇല്ല, കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്ന സിനിമ അതന്നെ ഉള്ളൂ മാസ്, അതന്നെയാണല്ലോ സത്യം. അപ്പോൾ എൻ്റെ ചില ധാരണകളും തെറ്റിദ്ധാരണകൾ പോലും ഈ ഒരു മാസ് സംവിധായകൻ മാറ്റിയിട്ടുണ്ട് വൈശാഖേട്ടൻ. അപ്പോൾ അവിടെ എന്നെ കൊണ്ടെത്തിച്ചു അഭിലാഷ്. പിന്നെ അപ്പോഴേക്കും പപ്പേട്ടൻ എന്നെ കൊണ്ടുവന്ന പപ്പേട്ടന്റെ പടം 10ാം നടക്കുന്നു. അതിലൂടെ ഹിറ്റ് പാട്ടിലുണ്ടായി, ഏലമലക്കാടിനുള്ളിൽ എന്ന് പറഞ്ഞ സോങ് ഉണ്ടായി. സ്കോറിനും ഞങ്ങൾ ബുഡാപെസ്റ്റിലൊക്കെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ലൈവ് റെക്കോർഡിംഗ് സെഷനൊക്കെ വെച്ചു. അപ്പോൾ അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാളികപ്പുറം അത് അടിച്ചു കയറി. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്. അതെ, അതാണ് ഏറ്റവും രസം. എല്ലാ പടങ്ങളും കച്ചവടമായ പടങ്ങളാണ് മെയിൻലി. മാളികപ്പുറം കച്ചവടവും അതിനപ്പുറം പോയി. അല്ല, ഹിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും കൂടെ എല്ലാം. ബാക്കി ഇപ്പൊ നൈറ്റ് ഡ്രൈവ് ആണെങ്കിലും 10ാം ഒക്കെ ബിസിനസ്സായ പടം, ഒന്നും നഷ്ടങ്ങളല്ല. ആദ്യം ചെയ്ത സ്റ്റേജിൽ ആദ്യം പാടിയ പാട്ട് ഏതാണ്? ഞാൻ 3 വയസ്സ് LKG വിജയ് യേശുദാസ് ചെറിയ കുട്ടിയായിട്ട് പാടിയൊരു പാട്ടുണ്ടായിരുന്നു. പാദബലം തരണം അടിയന് ദേഹബലം തരണം എന്നൊരു അയ്യപ്പ ഭക്തിയാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത് LKG പഠിക്കുമ്പോൾ. ആ വിജയനെ നമുക്ക് എല്ലാ പാട്ടും പാടിവെക്കാൻ പറ്റി. ജോസഫിലെ മോസ്റ്റ് ഓഫ് ദി സോങ്സും വിജയ് പാടി. വിജയേട്ടന് സ്റ്റേറ്റ് അവാർഡും കിട്ടി പൂമുത്തോളേക്ക്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്താ ഞാൻ 3 വയസ്സിൽ അങ്ങേരുടെ പാട്ടാണ് പാടിയത്. എന്തൊക്കെയോ ഒരു കണക്ഷൻ നമ്മുടെ മ്യൂസിക്കിൽ പാടിപ്പിക്കാൻ പറ്റിയ അവാർഡ് കിട്ടി അദ്ദേഹത്തിന്. വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ സിനിമകൾ അല്ലെ, പല സിനിമ, തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും തെലുങ്കാണെങ്കിലും ഏത് ഭാഷയിൽ വന്ന മ്യൂസിക്കിന്റെ ഒരു അതിപ്രസംഗം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പ്രേക്ഷകർക്കുണ്ട്. സ്വാഭാവികമായിട്ടും മ്യൂസിക് ഇപ്പം നേരത്തെ പറഞ്ഞു, വേണ്ട സ്ഥലത്ത് താത്തി അല്ലെങ്കിൽ ഹൈപ്പ് വരും എന്ന് പറഞ്ഞു. അത്തരമൊരു സംഭവങ്ങളെ വാച്ച് ചെയ്യാറുണ്ടോ? അതേ ഉള്ളൂ ചേട്ടാ. എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മോശം സ്ക്രീൻ പ്ലേയിലോ മോശം പരിപാടികളിലോ പോകുന്ന വിഷ്വലിനെ ചിലപ്പോൾ നമ്മൾ ഓവർ പവർ ചെയ്യേണ്ടി വരാറുണ്ട്. ഞാനും ചെയ്യുന്നുണ്ട് അത്. പക്ഷെ നല്ല സംഭവങ്ങൾക്ക് കൂടുതലായിട്ട് ഇട്ട് ആ സീനെ നശിപ്പിക്കുന്നത് കാണുമ്പോഴാണ് സങ്കടം വരാറ്. മ്യൂസിഷ്യൻ്റെ ടാലൻറ്റ് കാണിക്കാനുള്ള പരിപാടിയൊന്നും അല്ല ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ടാലൻറ്റ് കാണിക്കണം, അതിൻ്റെ സെൻസ് പക്ഷെ വേറെയാ. കാതിൽ കൂടെ കേൾപ്പിച്ചുകൊണ്ടുള്ള കിളിപാട്ട് പരിപാടി അവസാനിക്കാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാട്ടിലൊക്കെ മെച്യൂരിറ്റി കാണിക്കണ്ടേ ഒരു സിനിമയുടെ. എനിക്ക് നല്ല റീസെൻ്റ്ലി ഇന്നലെ OTT-ലിരുന്ന് ഏതൊക്കെ പടങ്ങൾ കാണുമായിരുന്നു, ചില സൂപ്പർ ഹിറ്റ് തമിഴ് പടങ്ങൾ. ഞാൻ ആലോചിക്കുക, എന്താ ഒരു കൺസെപ്റ്റ് ഓഫ് സ്കോർ എന്ന് ആലോചിച്ച് പോയി. അത് മനസ്സിലാവുന്നില്ല. അതുപോലത്തെ സ്കോറ് ഞാനും ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ വിഷ്വലിയോ സിനിമയിലോ കണ്ടന്റ് ഇല്ലാതാവുമ്പോഴാണ് ചെയ്യേണ്ടി വരാറ്. പക്ഷെ കണ്ടന്റ് ഉള്ള പരിപാടിയിൽ എന്തിനാ ഇവരിങ്ങനെ ചെയ്യണ? നമ്മൾ പലതും മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഹൈദരക്ക. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. പലപ്പോഴും ആ സീൻ അത്രയും വേസ്റ്റ് ആവുന്ന കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ്. കുറച്ച് ഓവർ പവേർഡായിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിലെങ്കിലും നിന്നോട്ടെ, ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ തെലുങ്ക് പടം ചെയ്തായിരുന്നു റീസെൻ്റ്ലി. നായാട്ടിൻ്റെ റീമേക്കാണ്, നമ്മുടെ ജോയി ചേട്ടൻ്റെ നായാട്ടിൻ്റെ റീമേക്ക്. ഗീത ആർട്സ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അല്ലു അരവിന്ദ് സർ, അല്ലു അർജുൻ്റെ അച്ഛൻ.
അപ്പോൾ എനിക്ക് വലിയൊരു ഓപ്പണിംഗ് ആണ് അവിടെ കിട്ടിയത്. നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നായാട്ടിൻ്റെ പരിപാടി എനിക്കറിയാമല്ലോ. അപ്പം ഞാൻ ആ ഒരു അപ്രോച്ചിലാണ് പോയി തുടങ്ങിയത്. പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പ്യുവർ കമേഴ്ഷ്യൽ സംഭവം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൗഡ്നെസ്സിൻ്റെ അൾട്ടിമേറ്റ് കളിയാണത്. പക്ഷെ അവരിപ്പോഴും പറയുന്നത് സെറ്റിലായി പോയെന്നാ. അവർ പറയും കുറച്ചും കൂടെ ഒന്ന് പൊളിക്കായിരുന്നു. അങ്ങനെ പറയുള്ളൂ. അങ്ങനെയാണത്. അവിടുത്തെ ഓഡിയൻസും അങ്ങനെയായി. വേറെ ലീഗാണത് ആക്ച്വലി. ഞാനത് തെലുങ്ക് പടം വർക്ക് ചെയ്ത എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. തെലുങ്ക് കിടിലം ഇൻഡസ്ട്രിയാണ്. പക്ഷെ നമുക്ക് അവർക്ക് 5-6 ഓപ്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം ഒരു സീനിന് തന്നെ. നമ്മൾ ഇത്രയും വലിയ പ്രൊഡക്ഷന് വേണ്ടി ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ മോശമാക്കില്ലല്ലോ. ഒരിക്കലും 5 ഗംഭീരമാക്കാം, 3 ഗംഭീരമാക്കാന്ന് വിചാരിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ എല്ലാം ഗംഭീരമാക്കണം. അപ്പോൾ എഫേർട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഒക്കെ തരും. ഡെഫിനറ്റ്ലി നല്ല പേയ്മെന്റും കാര്യങ്ങളും നമ്മൾ വെൽ ട്രീറ്റഡ് ആയിരിക്കും. ഒരേ മ്യൂസിക് ചെയ്യുന്ന പല സംഭവങ്ങൾ വെച്ചാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ഒരു സ്പൂൺ വെച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന രീതി. അങ്ങനെ എന്താണ് നമ്മൾ? ഞാൻ ഫസ്റ്റ് ജോസഫിൽ പാടവരമ്പത്തിലൂടെ ഭാഗ്യരാജ് എന്ന് പറഞ്ഞ പാലക്കാടുള്ളൊരു നാടൻ പാട്ടുകാരൻ്റെ പാട്ട് ഞങ്ങൾ കടം കൊണ്ടതാണ്. അതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യാണ് ചെയ്തത്, സിനിമയ്ക്ക് വേണ്ടി റീമിക്സ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി കേൾക്കുന്ന എല്ലാം ഓർഗാനിക്കാണ്. അടുക്കളയിലുള്ള ബ്രൂ കോഫിയുടെ കുപ്പികൾ, സ്പൂണുകൾ, പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തു പോയപ്പോൾ ഒരു ജീപ്പ് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഡോറിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതും എടുത്ത് പൊക്കി കൊണ്ടുവന്നു, അത് അടിച്ചു. ഡോറിൽ ചോദിച്ചാൽ ഇങ്ങനെ അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതൊക്കെ അതിലുണ്ടാക്കിയതാണ് അടിച്ചിട്ട്. എക്സാക്ട് ടോൺസ് ആണ് അതിലെല്ലാം ഓർഗാനിക്. പിന്നെ ബേസ് ഗിറ്റാർസ് എന്നൊക്കെ പകരം എന്നാണ് ഞങ്ങൾ പറയുന്നത്. വോക്കൽ കൊണ്ടുണ്ടാക്കിയൊരു ബേസ് ഗിറ്റാറാണ്. എല്ലാം വോക്കലും പിന്നെ ഇങ്ങനത്തെ ശബ്ദങ്ങളാണ് അതിന്റെ താളം. അത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടായി വരില്ലേ? മറ്റേ മ്യൂസിക് പല രീതിക്ക് ഇത്തരം ഓർഗാനിക് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ആ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും ചെറിയ എറേഴ്സ് അതിൽ വന്നാൽ പോലും അത് കേൾക്കാൻ സുഖമാണ് ഓർഗാനിക് ആയതുകൊണ്ട്. നമ്മൾ ഭയങ്കര ക്ലീൻ പ്രൊഡക്ഷൻ ഒക്കെ ആകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് കുറച്ചും കൂടെ നമ്മൾ എൻജോയ് ചെയ്യുന്ന പ്രോസസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് പേഴ്സണലി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓർഗാനിക് പരിപാടികളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ ആദ്യ പടത്തിലെ എല്ലാ പാട്ടുകളും തബലയും ഫ്ലൂട്ടും വയലിൻസും ഓർഗാനിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ് കൂടുതൽ. അപ്പോൾ എനിക്കതിൽ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെ കഷ്ടപ്പാടുകൾ എനിക്ക് അത്ര കിട്ടിയിട്ടില്ല. ആദ്യ സിനിമ കഴിഞ്ഞിട്ട് ആ മ്യൂസിക്കും ഇതെല്ലാം കണ്ടിട്ട് ആദ്യം വിളിച്ച ഒരാൾ ആരെയാണ് ഓർത്തു വെച്ചിട്ടുള്ളത്? ശ്രീകുമാരൻ തമ്പി സാറുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു, ഞാൻ ഈ പറഞ്ഞല്ലോ ആകാശവാണിയിൽ വർക്ക് ചെയ്തിട്ട് ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ, ആ കോമ്പിനേഷനെ പറ്റി വാദോരാതെ സംസാരിച്ച ഞാൻ എൻ്റെ ആദ്യ സിനിമയ്ക്ക് തമ്പി സാറ് മലയാള സിനിമയിലേക്ക് പുതിയ സംഗീത സംവിധായകന് സ്വാഗതം, മെലഡി എന്താണെന്ന് കാണിച്ചു തന്നതിന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇറ്റ്സ് ലൈക്ക് എൻ ഓസ്കാർ. വലിയൊരു ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു മെസ്സേജ് ആണല്ലോ, ഒരു സംശയമില്ല. കുറേ സിനിമകൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു കൂട്ടുകെട്ട് ആരാണ്? അതായത് പലപ്പോഴും ഒരു കാറ്റഗറിയിലേക്ക് ഒതുങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നെ തന്നെ. അത് എൻ്റെ മിസ്റ്റേക്ക് ആണോന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പടങ്ങളുടെ സ്വഭാവം കൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിലീഷ് ഏട്ടൻ ആ ഒരു അവരുടെ സർക്കിളിലെ പടങ്ങളിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഫാനാണ് അവരുടെ വർക്കും. ആ ഡൈനാമിക്സ് എനിക്ക് മനഃപ്പാടമാണ്, എനിക്കിഷ്ടമാണ് ആ ഡൈനാമിക്സ് ട്രീറ്റ് ചെയ്യാനും ഇങ്ങനെ കൊതിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ശ്യാം പുഷ്കർ ചേട്ടൻ അവരുടെ ഒന്നും വർക്ക്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ട് ആ സർക്കിളിൻ്റെ ഒരു പടമെങ്കിലും അത് ചെയ്യണമെന്നെങ്കിലും ആഗ്രഹമുണ്ട്. ഡെഫിനറ്റായിട്ടുള്ള ആരോടെങ്കിലും സംസാരിച്ചിട്ടില്ല. അതാ പറഞ്ഞു എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് അറിയില്ല. സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. അവരോട് മാത്രമല്ല, ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ജോലി മാത്രമാണ്. എന്നെ പലപ്പോഴും എന്നാൾ ജയസൂര്യ ചേട്ടൻ അഭിലാഷോട് പറയും, ഇവൻ എന്താ ഒളിഞ്ഞിരുന്നാണ് കമ്പോസ് ചെയ്യുന്നത്, ഇവനൊന്നും കാണാനേ കിട്ടുന്നില്ല എവിടെയൊന്നും. ഞാൻ അങ്ങനെ പബ്ലിക് ഫംഗ്ഷൻസിന് അങ്ങനെ വരാറില്ല, എവിടെയും ഇങ്ങനെ പോകാറില്ല. പിന്നെ എൻ്റെ സ്റ്റുഡിയോയും വീടും മേലെയും താഴെ. ഞാൻ മേലെ കാപ്പി പിടിക്കാൻ പോകും, താഴെ വരും, കീബോർഡിലേക്ക് ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അതിലാണ് കൂടുതൽ ഫോക്കസ്ഡ്. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ എവിടെയും ഞാൻ പോയി ചോദിച്ചിട്ടില്ല ഇതുവരെയും. ചാൻസ് ഞാൻ അങ്ങനെ സിനിമയിൽ ചെയ്യാൻ ഇത്രയും ജോലി തന്നിട്ട് ഞാൻ അത് ഫോക്കസ് ചെയ്യാതെ ഇനി ചാൻസ് വെച്ച് പോകണം എന്നുള്ള തോട്ടായിരിക്കാം. അത് വൃത്തിയായി ചെയ്ത് ഓട്ടോമാറ്റിക്കലി വന്നാണ് എൻ്റെ ചിന്ത. കാരണം വർക്ക്സ് വരുന്നുണ്ട്. എന്തുകൊണ്ട് വരുന്നു? ഞാൻ PR ചെയ്യാതെയും വർക്ക്സ് വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലാണ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത്. അല്ല, ഈ സ്വയം നമ്മൾ മാറി നിൽക്കുമ്പോൾ, ഇപ്പം PR കാര്യം പറഞ്ഞപ്പോൾ
നമ്മൾ ഒരു വളർച്ചയ്ക്ക് ഒരു PR അത്യാവശ്യമാണ്. അത് ഏത് മേഖലയിലാണ് ഉറപ്പാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് വിളിച്ചുകൊണ്ട് വന്ന് എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ച നമ്മൾ എത്രയോ നാൾ നമുക്ക് ആഗ്രഹിച്ചില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതല്ലേ? നമ്മളൊന്ന് സ്വയം പരിചയപ്പെടുത്തണ്ടേ? എനിക്ക് ക്യാമറ ഓഫ് ആക്കിയിട്ട് എനിക്കോട് സംസാരിക്കണം അതിനെ പറ്റി. എനിക്കിപ്പോഴും കൺഫേം അല്ല അത് ശരിയാണോ തെറ്റാണോ എന്ന്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജി പ്രകാരം അതിലൊന്നും അല്ല എന്നാണ്. കാരണം ഞാൻ PR ചെയ്തിട്ടേ ഇല്ല. ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോട്ടോ ഇട്ട് എൻ്റെ പാട്ടിടുന്നല്ലാതെ ഞാൻ വേറെ ഒരു PR ഞാൻ ചെയ്തിട്ടില്ല. അല്ല, ഒരു കാലത്ത് മ്യൂസിക് ഡയറക്ടർമാരുടെ പേര് പോലും കാണുന്നില്ല. മ്യൂസിക് ഡയറക്ടർ ആരും പരിചയം. ഇപ്പോൾ പ്രസ് മീറ്റിലൊക്കെ മ്യൂസിക് ഡയറക്ടർമാർ മസ്റ്റായിട്ട് വരുന്ന കാലഘട്ടമായി. പണ്ടൊന്നും അങ്ങനെ ആരും പരിചയപ്പെടുത്തുന്നില്ല. ആക്ടർമാരല്ലാതെ വേറെ ആരാണ് ഉണ്ടായിരുന്നത്? ഒരു ഡയറക്ടറെ പോലും വെളിയിൽ സ്പേസ് വന്നു തുടങ്ങി. ഇപ്പൊ അത് മാറി തുടങ്ങി. നമ്മളൊരു പ്രസ് മീറ്റ് ഒരുമിച്ചിരുന്നിട്ടാണ് വന്നത്. അതെ, ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട്. ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ നമ്മൾ പേ ചെയ്ത്. പക്ഷെ എങ്കിലും ചില ആളുകൾ നമ്മളെ വിളിക്കാതിരിക്കുന്നുമില്ലേ? ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് നടത്തി, നമ്മുടെ സിനിമയാണ് എന്നാൽ മ്യൂസിക് ഡയറക്ടറെ വിളിക്കാം, ഒരു ഇന്റർവ്യൂവിന് വിളിക്കാം, അങ്ങനെയൊക്കെ മാറ്റി നിർത്തുന്നു. എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് പല ആളുകളെ. സാധ്യതയുണ്ട്, പക്ഷെ ഇതുവരെ എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും സിനിമ ഇറങ്ങുമ്പോൾ എന്നെ വരാൻ നിർബന്ധിക്കലാണ്, ഞാനായിട്ട് മുങ്ങലാണ് പതിവ്. അപ്പോൾ അത് എനിക്കറിയില്ല. അത് ഓർഗാനിക്കാണ്. സിനിമ ഇറങ്ങുന്ന സമയത്ത് പോയിരിക്കുന്നത് ഓക്കെ, പക്ഷെ മറ്റ് PR ഉണ്ടല്ലോ, നമ്മൾ പൈസ പ്രൊമോട്ട് ചെയ്ത് ആ പരിപാടി എനിക്ക് എന്തോ എൻ്റെ ഒരു ചിന്താഗതിയായിട്ട് മാച്ച് ആവുന്നില്ല. അറിയില്ല കേട്ടോ, ചിലപ്പോൾ ഭാവി സംഭവിച്ചേക്കാം. അതെ. അല്ല, നല്ല പടങ്ങൾ കിട്ടി അറിയപ്പെടുന്നതാകുമ്പോൾ ഒന്നും വേണ്ടിവരില്ല. പക്ഷെ എങ്കിലും അവർ സ്ട്രെങ്ത് ഇല്ലേ ഹൈദർക്ക? ആ സ്ട്രെങ്ത് അല്ലേ നമ്മുടെ പരിപാടി. ഒരു സിനിമ പിടിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ വർക്ക് തീർന്നിട്ടുള്ളൂ, അടുത്ത സിനിമ എടുക്കാറുള്ളൂ. എങ്ങനെയാണ് അത്? പറ്റുന്നില്ല. കാരണം നമ്പർ ഓഫ് ഫിലിംസ് എനിക്കിപ്പോൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഒരു പടം മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്നാണ്. പക്ഷെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പടം കഴിയുമ്പോൾ ഒരു വടിവാളമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന അടുത്ത 2 ഡയറക്ടേഴ്സ് ഉണ്ടാവും, അടുത്ത 2 പടങ്ങളുണ്ടാവും. കാരണം അവർ വെയിറ്റ് ചെയ്തിട്ട് അവരാകെ മുഷിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഇത് ഞാൻ ഒതുക്കുന്നത്. ഇത് ഒതുക്കിയിട്ട് അതിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു 3 ദിവസം കിട്ടാറില്ല എനിക്കിപ്പോൾ. അപ്പോൾ അത് പണ്ടത്തെ നമ്മൾ വന്ന സ്റ്റേജ് ആലോചിക്കുമ്പോൾ ഇത് വലിയ കാര്യമാണ്. പിന്നെ ദൈവാനുഗ്രഹമാണത്. താങ്ക്ഫുൾ ടു ഗോഡാണ്, അല്ലെങ്കിൽ ഓഡിയൻസിനോട്, എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട ഓഡിയൻസിനോടുള്ള വലിയ ഒരു താങ്ക്സ് ആണ് ആ കാര്യത്തിൽ. ഭയങ്കര നന്ദിയാണ് അതിനുള്ളത്. പക്ഷേ ആസ് എ ഹ്യൂമൻ ഒരു സിനിമ കഴിഞ്ഞ് അടുത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു മാർജിനിലൊന്നും അല്ല നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്പേഴ്സ് കൂട്ടുമ്പോഴായിരിക്കും നമ്മുടെ ഒരു സർവൈവലിനും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും സപ്പോർട്ട് ആവുന്നത്. അതും കൂടെ പെട്ടെന്ന് ഒരു മ്യൂസിക് ചെയ്ത് അടുത്ത സിനിമ, ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സിനിമയ്ക്ക് വേണ്ടി പെട്ടെന്ന് ചേഞ്ച് അടുത്ത സിനിമയിലേക്ക് കയറുമ്പോൾ നമ്മുടെ മെമ്മറി തന്നെ ഭയങ്കര പ്രശ്നമാവില്ലേ? മൈൻഡ് ഭയങ്കര പ്രശ്നമുണ്ട്. അത് എഫക്റ്റ് ആവുന്നത് ഫാമിലിയിലായിരിക്കും. ചിലപ്പോൾ ഈ ഫാമിലി പോയിട്ട് സ്പേസ് അവരോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ ചിരിച്ച് കാണിച്ചാലും മൈൻഡിൽ കൂടെ വേറെ എന്തെങ്കിലും ആയിരിക്കും പോകുന്നത്. ഒരു ട്രാവൽ എടുക്കുക, ട്രിപ്പ് അടിക്കാന്ന് പറഞ്ഞാൽ എവിടേക്ക് പോയാലും ഈ ഭാരം കൊണ്ടേ ട്രിപ്പ് അടിക്കാൻ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കാഴ്ചയിൽ മാത്രമേ ഈ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസിൽ മാത്രമേ ചിരി ഉണ്ടാവുള്ളൂ. നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. അതെന്തായാലും പ്രശ്നമാണ്. പക്ഷേ അവിടേക്ക് എത്താന്നുള്ളതാണ്, അതിനുവേണ്ടി നമ്മളിപ്പോൾ പണിയെടുക്കുന്നത്. അതെ. എനിക്കൊരു സിനിമ ചെയ്യാനുള്ള അതിലേക്ക് ഞാൻ ചെയ്യുള്ളൂ. അവിടേക്ക് എത്താനുള്ള പണിയെടുക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ പണിയെടുത്തേ പറ്റൂ. അത് ഇപ്പോൾ തീർച്ചയായിട്ടും പണിയെടുത്തേ പറ്റുള്ളൂ. അല്ല, അതൊരു വലിയൊരു ഘടകമാണല്ലോ. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. അതാണ് എനിക്കറിയാം. അതാ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ആരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ഞാൻ വളരെ കുറ്റമായിട്ട് പറയുന്നൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യേണ്ട പോലെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് സപ്പോർട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടേക്ക് ഈ സിനിമ ചൂസ് ചെയ്ത് സിനിമയിൽ വന്ന ആൾക്കാരെ തേടി കണ്ടുപിടിച്ച് ഡയറക്ടേഴ്സിനെ കണ്ടിട്ട് ഇവിടെ എത്തിയത് നമ്മുടെ ഒരു അധ്വാനമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സിനിമാ സംഗീത സംവിധായകനായേ പറ്റൂന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ഞാൻ മാത്രമേ അത് ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ സർവൈവ് ചെയ്യണമല്ലോ. ഈ മനസ്സിൽ വിഷമം ഉണ്ടായ പല മുഹൂർത്തങ്ങളും MG ശ്രീകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. തീർച്ചയായിട്ടും MG ശ്രീകുമാർ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ചു? നന്നായി ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഗുരുവാണല്ലോ. സ്റ്റാർ സിംഗറിൽ ഞാൻ പാടാൻ പോകുമ്പോൾ MG സാറും ശരത് സാറും ഉഷാ ദീദിയും ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലോ അല്ല TV-യിൽ മാത്രം കണ്ട 3 വ്യക്തികൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു എൻ്റെ പാട്ട് ജഡ്ജ് ചെയ്യണം. ശ്രീകുമാർ സാർ വളരെ ക്ലോസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഫ്ലവേഴ്സ് TV-യിൽ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ പരിപാടി ഞാൻ അദ്ദേഹം കൂടെ നിലാവിൻ്റെ നീലഭസ്മം ആ സോങ് ഏതോ പാടി. എൻ്റെ ശിഷ്യനാണെന്ന് എല്ലായിടത്തും സാറ് പറയാറുണ്ട്. ഞാൻ ആദ്യമായി ചെയ്ത സിനിമ ജോസഫിനോടൊപ്പം ഇറങ്ങിയ സിനിമയാണ് നിത്യഹരിത നായകൻ. എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് കിട്ടിയ പടമാണ്. ആ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ടൊരു പ്ലേ ബാക്ക് സിംഗർ ഞാൻ പാടിപ്പിക്കുന്നത് MG സാറിനെയും സുജാത ചേച്ചിയും കൂടെയാണ്. അപ്പോൾ സാർ എന്നിട്ട് പേയ്മെൻ്റ് ഒക്കെ പകുതി തിരിച്ചു കൊടുത്തു എൻ്റെ ശിഷ്യന് വേണ്ടി. ഞാൻ അതായത് എത്ര മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ അത്രയും സ്നേഹത്തോടെ ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പോസ്റ്റ് അല്ല ഇട്ടത്, അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. അത് വളരെ തെറ്റിദ്ധാരണയുടെ പുറത്ത് മാത്രം ഉണ്ടായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പടത്തിന് വേണ്ടി അദ്ദേഹത്തെ കമ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തെ വിളിച്ചു, പാട്ട് അയച്ചു കൊടുത്തു. എന്നിട്ടാണ് എന്നോട് തന്നെ ഈ ഡയറക്ടർ പറയുന്നത്, ഞാൻ MG ക്ക് പാട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, നീ ഒന്ന് രഞ്ജിനൊന്ന് ഡീൽ ചെയ്തേക്കാണ്. ഞാൻ അപ്പോൾ തന്നെ സാറിന് മെസ്സേജ് അയച്ചു, സാർ ഈ പാട്ട് അയച്ചു തന്നു എന്ന് പറഞ്ഞു, സാറിന് പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്, എപ്പോഴാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. ഞാൻ എന്തുകൊണ്ട് വോയിസ് നോട്ട് അയക്കണമെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഇവരെയൊക്കെ ഡയറക്റ്റ്ലി വിളിക്കാൻ ഞാൻ ആയോ എന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജിലൂടെ അവരുടെ തിരക്കറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. അതിൽ മേലുള്ള ചിന്തയൊന്നും എനിക്ക്, ഈഗോ ഒന്നും എനിക്കില്ല. ഈഗോ വയ്ക്കാൻ ഞാൻ ആരുമല്ല അദ്ദേഹത്തിന് വേണ്ടി. വോയിസ് നോട്ട് അയച്ചാൽ പുള്ളി പറയുകയും ചെയ്തു, നമുക്ക് 15-ാം തീയതി റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 14-ാം തീയതി അഗൈൻ ഞാൻ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് റെക്കോർഡ് ചെയ്യാം? അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് 15-ാം തീയതി രാവിലെ വീണ്ടും ഞാൻ മെസ്സേജ് അയക്കുന്നു, റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഡയറക്ടറുടെ ഒരു സ്ക്രീൻഷോട്ട്, ഈ പറഞ്ഞ ഡയറക്ടർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു. ഡയറക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് MG സാറിനെ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അതൊരു മുഷിപ്പായിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അപ്പോൾ അയച്ച റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്ക് രഞ്ജൻ സർ ടു കോൾ മീ. അത് ഒരു കളിയാക്കലാണ്, എന്നെ സാറിന് സാറ് പറയുന്നത് കളിയാക്കലാണ്. ആസ്ക് രഞ്ജൻ സർ ടു കോൾ മീ, there should be a rapport between music composer and singer, not between you and me, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുള്ളി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി പോയി. കാരണം പുള്ളിക്ക് വിഷമമായ കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഞാൻ കാരണം അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. MG സാറിന് മാത്രമൊന്നുമല്ല, നമ്മൾ കണ്ടിട്ട് ഇത്രയും കാറ്റഗറിയിലുള്ള നമ്മൾ ദൈവങ്ങളെ പോലെ നമ്മുടെ ചൈൽഡ്ഹുഡിനെ മനോഹരമായി, അല്ലെങ്കിൽ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ കാരണം ചിലപ്പോൾ ഇവരുടെ പാട്ടിലായിരിക്കും. അപ്പോൾ ഈ എന്നെ ജഡ്ജ് ചെയ്തതൊക്കെ പോട്ടെ, ഇവരെന്ന ലെജൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവരെ എന്നെ ഒരു വേറെ രീതിയിൽ കണ്ടുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോൾ തന്നെ തുരുതുരാ വിളിയായിരുന്നു, എടുത്തില്ല, പുള്ളി എടുത്തതേ ഇല്ല. അങ്ങനെ ആ പരിപാടി ഒന്നും പറയാതെ തന്നെ അൺസോൾവ്ഡ് ആയിട്ട് ആ സാധനം പോയി. അത് കഴിഞ്ഞ് മാളികപ്പുറം സമയത്ത് അഭിലാഷ് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രഞ്ജന മ്യൂസിക് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്കൊരു വിഷമമായി പോയി. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, സാർ എനിക്ക് മനസ്സിലാവുന്നില്ല, വേണ്ടി ഈ കഥ ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഇങ്ങനെയാണ് സംഭവിച്ചത്. അത് അദ്ദേഹം ആ ഡയറക്ടർ വിളിച്ച് സംസാരിച്ച എൻ്റെ പ്രശ്നമായിരിക്കാം സാറിന്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഞാൻ ചെയ്ത ഒരു ഇഷ്യൂ, എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞിട്ട് വളരെ ബെഗ് ചെയ്ത് ഞാൻ. കാരണം നമുക്ക് ചെയ്ത തെറ്റായത് കൊണ്ടല്ല ബെഗ് ചെയ്യുന്നത്, പുള്ളി കൊടുക്കേണ്ട സ്ഥാനം അതാണ്. ഞാൻ അങ്ങനെ തന്നെ റിപ്ലൈ വളരെ ഭവ്യതയോടെ മെസ്സേജ് അയച്ചു. എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു പാടാം എന്ന് പറഞ്ഞു. പാടാം എന്ന് പറഞ്ഞ സിനിമ റിലീസാവാൻ 8-10 ദിവസമേ ഉള്ളൂ കേട്ടോ. ആ സമയത്തൊന്ന് അപ്പോഴാണ് ഈ അഭിലാഷനും പെട്ടെന്ന് തോന്നിയത്, അദ്ദേഹം പാടി എങ്ങനെ നങ്ങേലി പൂവി എന്ന് പറഞ്ഞ പാട്ട്, ഞാൻ പാടിയ പാട്ട്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിൽ. എനിക്കൊന്ന് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്തോ സംതിങ് ഖത്തറിലോ എന്തോ സംഭവിച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി ഒരു പേയ്മെന്റ് പറഞ്ഞു, അല്ലെങ്കിൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. പേയ്മെന്റ് സംഭവിക്കും, റൈറ്റ്സ് എന്തായാലും സംഭവിക്കില്ല. കാരണം നമ്മുടെ പ്രൊഡ്യൂസറുടെയാണ് റൈറ്റ്സ്, കാരണം അദ്ദേഹം തന്നെയാണ് ഓഡിയോ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറെ വിളിച്ചാൽ കിട്ടുന്നില്ല, സാറ് പാടിയാൽ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് കുഴപ്പമില്ല, ഞാൻ നിങ്ങൾ പരാതിയൊന്നും പറയില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സാർ കട്ട് ചെയ്തു. അപ്പോൾ ആ പാട്ട് പിറ്റേ ദിവസം ഞാൻ തന്നെ പാടി. നങ്ങേലി പൂവി പാട്ട് വളരെ സൂപ്പർ ഹിറ്റായി മാറി. അദ്ദേഹം പാടിയും ചിലപ്പോൾ ഇതിലും മേലെ പോയേനെ തന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ആ പാട്ട് MG സാറുടെ ശബ്ദത്തിൽ വന്ന അത് മലയാളികൾക്കൊരു ട്രീറ്റ് ആയേനെ, ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ അത് സംഭവിച്ചില്ല. അത് എൻ്റെ ഒരു നിർഭാഗ്യമായിട്ടാണ് അദ്ദേഹത്തെ പാടിപ്പിക്കാൻ പറ്റാത്തത് ഞാൻ കാണുന്നത്, നങ്ങേലി പൂവി എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ അങ്ങനെ അതും പോയി. പിന്നെ ഞാൻ കാണുന്നത് ഈ വീഡിയോ ആണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു, എന്നെ മ്യൂസിക് ഡയറക്ടർ മാത്രം വിളിക്കുന്നില്ല, മാളികപ്പുറത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു, റൈറ്റർ വിളിച്ചു, മ്യൂസിക് ഡയറക്ടർ മാത്രം വിളിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് എന്നോട് വിരോധം എന്നറിയില്ല എന്ന് സാറ് പറയുന്നു. അപ്പോൾ അത് എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് എല്ലാവരും പറഞ്ഞു അതിനെപ്പറ്റിയൊന്നും പറയരുതെന്ന് പറഞ്ഞു. കൃത്യസ്ഥലത്താണ് പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിനകത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ വിളിച്ചില്ല. അല്ല, ഇത് ആക്ച്വലി ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ, ഹൈദരലിക്കടുത്ത് ഇത്
ഇത് ആക്ച്വലി ഇതിന്റെ റിയാലിറ്റി സാറെങ്കിലും അറിയട്ടെ എന്നുള്ള ഉദ്ദേശം കൊടുക്കണം. അല്ല എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി അത്രയും ഒരു ഈഗോ വെക്കേണ്ട ഒരാളല്ല, എന്നെ പോലും നിസ്സാരനായ ഒരാളോട് ഒരിക്കലും വെക്കേണ്ട കാര്യം ഒരാളും അല്ല. ഈഗോടെ അല്ല, അത് സാറിന് എന്തോ ഒരു ഹേർട്ടായി, എന്തോ എന്റെ പെരുമാറ്റം അത് വെറും തെറ്റിദ്ധാരണ ആയിരുന്നു എന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാനാണ് ഞാൻ. അല്ല, അതിനകത്ത് പറയുന്നത് നമ്മളൊരു ബഹുമാനത്തോടെ അദ്ദേഹത്തിന് വല്ല ബിസിയാണ് മെസ്സേജാണ് നമ്മൾ അയക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നേരിട്ട് വിളിക്കാനായിട്ടില്ല. അതൊരു വലിയ പോയിന്റ് ആണ്. അത്രയും നേരിട്ട് ഞാൻ നേരിട്ട് എം ജി സാറിനെ വിളിക്കാറായിട്ടില്ല എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ചിത്ര ചേച്ചി ഞാൻ ഡയറക്റ്റ്ലി വിളിക്കില്ല, ചേച്ചിക്ക് മെസ്സേജിന് ആദ്യം അയക്കുള്ളൂ. ചേച്ചി റിപ്ലൈ തന്നാൽ മനസ്സിലാക്കാം, ഓക്കെ ചേച്ചി കംഫർട്ടാണ്, ചേച്ചി വിളിച്ചോട്ടെ ചോദിച്ചിട്ട് ഞാൻ വിളിക്കുമായിരിക്കാം. അത് അവരുള്ള ബഹുമാനമാണ്, അല്ലാതെ വിളിക്കാതിരിക്കുന്നതല്ല. അത്രയ്ക്ക് ഞാൻ ആയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ശേഷം പിന്നീട് നിങ്ങൾ സംസാരം വല്ലതും ഇല്ല, സംസാരിച്ചില്ല. പിന്നെ നിങ്ങൾ കണ്ടുമുട്ടേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം രഞ്ജൻ്റെ മ്യൂസിക്കിൽ എന്തായാലും എം ജി ശ്രീകുമാർ പാടില്ല. പാടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു പാട്ട് സാറ് പാടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതുണ്ടാവുന്നു ഞാൻ ഇന്നും പലപ്പോഴും എൻ്റെ മോനടക്കം ചിലപ്പോൾ സാറുടെ പാട്ടുകൾ കേട്ടിട്ടൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അല്ല, നല്ല ഗായകനാണ്. നമ്മൾ എത്രയോ പാട്ടുകൾ നമ്മൾ അദ്ദേഹത്തിന് കേട്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു സാറ് പാടണമെന്ന്. സാറ് പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, അത് സോൾവ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വേറെ ആരെങ്കിലും ആയിട്ട് ചർച്ച നടത്തിയിരുന്നു? ഇല്ല, ഇത് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനെപ്പറ്റി ഞാൻ ആക്ച്വലി ആ വിളിച്ച ഡയറക്ടറോട് മാത്രം ഞാൻ ചോദിച്ചു, സാർ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നോ, ഇനി അതുകൊണ്ടായിരിക്കുമോ സാറിന് എന്നോട് ദേഷ്യം തോന്നിയത്? അല്ല, ഒരു ഡയറക്ടർ വിളിക്കാൻ അവകാശപ്പെട്ട ആൾ തന്നെ കേട്ടോ. ചിലപ്പോൾ ഇനി നമ്പർ ഓഫ് ടൈംസ് കൂടിയത് കൊണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കാം. ഡയറക്ടർ വിളിക്കാൻ അവകാശപ്പെട്ട ആളെന്ന് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എത്രയോ പേരെ വിളിക്കുന്നു. അസംഷൻ ആണ് അതായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ്. ഇപ്പോഴും എനിക്ക് അത് ഉറപ്പില്ല. പക്ഷെ റിയാലിറ്റി ഇപ്പൊ പറഞ്ഞ എല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. ഇതിൽ വേറെ ഫേക്ക് ഗിമ്മിക്കില്ല. എക്സാക്റ്റ് നമ്പർ, എക്സാക്റ്റ്. അല്ല, അത് മാളികപ്പുറത്തിൽ പാടില്ല എന്നൊരു തീരുമാനമായിരുന്നു റൈറ്റ്സ് ചോദിച്ചത്. അറിയില്ല, അതെനിക്കറിയില്ല. അല്ല, അത് എന്തായാലും നടക്കില്ല എന്ന് അദ്ദേഹത്തിനും അറിയാമല്ലോ. അറിയില്ല എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹത്തിന് റൈറ്റ്സ് കൊടുക്കുന്നത്? ഒരിക്കലും നടക്കില്ല. അതും മാളികപ്പുറം പോയി കാവ്യ ഫിലിംസ് പോലെ അവർ തന്നെ പ്രൊഡക്ഷൻ അറിയില്ല, അവർ തന്നെ അത് പുറത്തു വിടുന്ന ഓഡിയോസാണ്. ആ ഓഡിയോയിൽ എങ്ങനെയാണ് റൈറ്റ്സ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അത് വേണ്ട. അപ്പം രഞ്ജന ഒന്ന് തൊട്ട് തലോടി ഒന്ന് ഒഴിവായതാണ്. അങ്ങനെ ആ റൂട്ടിലേക്ക് വേണ്ടി പിടിക്കാം നമുക്ക്. അല്ല, സാർ അങ്ങനെ ചിന്തിക്കാതിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനൊരു സ്റ്റുഡൻ്റാണ് സാറുടെ. സാർ എന്നെ ജഡ്ജ് ചെയ്ത ആളാണ്. സാർ ഞാൻ ചില സംഗതി പാടുമ്പോൾ ഞാനൊരു 5 മാർക്ക് എക്സ്ട്രാ തരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ആ വൈകാരികമായിട്ടുള്ള ഒരു അഫെക്ഷൻ എല്ലാവരോടും ഉണ്ട്. എം ജി സാറുടെ അടുത്തുണ്ട്, എന്നെ അന്ന് ജഡ്ജ് ചെയ്ത ശരത് സാറോടും ഉണ്ട്, ദീദിയോടും ഉണ്ട്, എൻ്റെ കൂടെ പാടിയ എല്ലാ കണ്ടസ്റ്റൻസിനോടും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സാർ അങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ സാർ ഇത് മറന്നുപോട്ടെ എന്ന് ഞാൻ ചിന്തിക്കും. അല്ല, ഇത്രയും വലിയൊരു മനുഷ്യനൊക്കെ വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ, സാറുടെ ഒരു വീഡിയോയിൽ ഇത് പരാമർശിച്ചു. അല്ല, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഞാനൊരിക്കൽ ഇവിടെ ഹൈദരാബാദ് തെലുങ്ക് പടത്തിന്റെ പ്രാന്ത് കഴിഞ്ഞ് തിരിച്ചു വന്നോണ്ടിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുക കൊച്ചി എയർപോർട്ടിൽ, ഒന്ന് നാട്ടിലേക്ക്. കാരണം കൊച്ചിയിലേക്ക് വരാൻ പറ്റുന്നില്ല. ചെന്നൈ ഹൈദരാബാദ് അത് തന്നെയായിരുന്നു. എത്തിയ ഉടനെ ഏതൊക്കെയോ ഓൺലൈൻ മീഡിയയുടെ ലിങ്കുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10-20 എല്ലാത്തിലും ഈ വിഷയമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിനെ തന്നെ ഞാൻ വിളിച്ചു, പറഞ്ഞു ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞു എന്നെ കൊണ്ട്. അതിനെപ്പറ്റി ഒന്നും മിണ്ടരുത്. ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഇപ്പോഴും മിണ്ടിയത് സത്യസന്ധമായിട്ടാണ്. വിത്ത് ഓൾ റെസ്പെക്റ്റ് തന്നെയാണ് ഇപ്പം ഞാൻ മിണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ മിണ്ടാൻ വേണ്ടി വന്നതുമല്ലല്ലോ. നമ്മളിപ്പോൾ കാര്യം പറഞ്ഞെങ്ങനെ പോയപ്പോൾ ആ ഒഴുക്കിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ സത്യസന്ധമായ കാര്യമായതുകൊണ്ട് അത് സാറ് മനസ്സിലാക്കിയാൽ എനിക്ക് സന്തോഷം. ഇനിയെങ്കിലും എനിക്ക് സാറ് പാടണം എൻ്റെ ഒരു പാട്ട്. അതെ, നല്ലൊരു പാട്ട് സാറ് പാടണം. ശ്രീകുട്ടം പാടി കൊടുക്കണം. അതെ, സാറ് പാടണം എനിക്ക് വേണ്ടി. അത് ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അടുത്ത സുമതി വളവൊക്കെ വരുന്നുണ്ട്, മാളികപ്പുറം ടീമിൻ്റെ തന്നെയാണ്. അതിൽ സാർ ഒരു നല്ലൊരു പാട്ട് തരട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആഗ്രഹിക്കാമല്ലോ. അത് ഇവരുടെ അടുത്തൊന്ന് പറഞ്ഞും കൂടെ വെക്കണം. ആരോട്? നമ്മുടെ പ്രൊഡക്ഷൻ ടീമിന്റെ. അതൊക്കെ ഓക്കെ ആക്കാം. എം ജി ശ്രീകുമാറിനെ സമീപിക്കാനൊന്ന് പറഞ്ഞു. അതൊക്കെ ഓക്കെ ആക്കാം. സാറ് പാടിയ സന്തോഷം. നല്ലൊരു കിടില പാട്ട് ഞാൻ സാറിന് വേണ്ടി ഉണ്ടാകും. അല്ല, അതാണ് അവരും കൂടെ ഒന്ന് സമീപിച്ച് നോക്കട്ടെ. ഇപ്പോഴും രഞ്ജന്റെ മനസ്സിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സഫലമാകട്ടെ. ആവട്ടെ. എല്ലാ തെറ്റിദ്ധാരണകളും മാറട്ടെ. അല്ലേ? മാറട്ടെ. അത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിക്കും. ആവട്ടെ, ഈ വീഡിയോ ഞാൻ എത്തിക്കും. അദ്ദേഹത്തിന് തന്നെ അയച്ചു കൊടുക്കും. എം ജി ശ്രീകുമാർ നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി മലയാള സംഗീതം നമ്മുടെ ഞാൻ 88 ബോണാണ്.
80s 90s കിഡ്സിന് MG സാറുടെ പാട്ട് മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചൈൽഡ്ഹുഡ് ഉണ്ടെന്നാ പറയുന്നത്. അതെ 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 അതെ. അപ്പൊ അദ്ദേഹമായിട്ട് എന്തിനാണ് അദ്ദേഹത്തെ പാടിപ്പിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് സംഭവമാണോ? എനിക്ക് സങ്കടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാണ്? ഞാൻ ബേസിക്കലി ഈ ചിരിച്ചിരിക്കണമെന്നേ ഉള്ളൂ, ഫുൾ ടൈം സങ്കട ജീവിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വരുമ്പോ ആനന്ദ് ശ്രീബാലയില് ഈ പടം കണ്ടിട്ട് എന്നെ ഡേവിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വിളിച്ചു. അറിയാത്ത ഒരാളാണ്, റാൻഡം ആയിട്ടുള്ളൊരു കോള്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇമോഷണലി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ എങ്ങനെ ഇത്രയും പറ്റുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്, കണ്ണ് നനയാതെ പോകുന്നില്ല പാട്ടിൽ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. ഇമോഷണലി ആളെ ഒന്ന് ഡ്രൈവ് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. എൻ്റെ ഉള്ളത്തെ ഓട്ടോമാറ്റിക്കലി അതാണ് ജോസഫിൻ്റെ വിജയം. ഈ പറഞ്ഞ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ എൻ്റെ സ്ഥായി ഭാവമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട് കരയുന്ന പാട്ട് നീ കാണുമോ തേങ്ങുമെൻ ഉൾക്കടൽ സഖി നീ അറിയുമോ വിങ്ങുമെൻ ഗദ്ഗതം. ആ പാട്ടാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടാവും. ഒരു 100 തവണ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക പാട്ട്. ജോൺസൺ മാസ്റ്റർ അധികം ഹിറ്റാവാത്ത ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ അധികം ഹിറ്റാവാത്ത പാട്ടാണത്. പക്ഷേ ഈ പാട്ടൊരു അന്യായ പാട്ടാണ്. ദാസേട്ടൻ്റെ ശബ്ദവും സ്റ്റൈലൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ദാസേട്ടനുമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ദാസേട്ടനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിച്ചുവേട്ടൻ്റെ പാട്ടിൽ ഞാൻ പാടിച്ച എല്ലാ പാട്ടിലും ദാസേട്ടൻ കേട്ടിട്ടുണ്ട് അല്ലേ? എന്നെ കുറേ അനുഗ്രഹിച്ചു ശബ്ദത്തിൽ കൂടെ, ഫോണിൽ കൂടെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഞാൻ രഞ്ജിൻ്റെ സംഗീതത്തിൽ പാടണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആ വിധി സംഭവിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ആ പാട്ട് പാടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഓസ്കാറാണ്. അതെ അല്ലേ? അതെ. മധുചേട്ടനാണ് ഇതിനുള്ള അവസരം ഉണ്ടായത്. മധു ബാലകൃഷ്ണൻ ചേട്ടനാണ് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് കുറേ നേരം, എനിക്ക് ഒന്ന് 8-10 മിനിറ്റ് ദാസേട്ടനോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. അദ്ദേഹം US ലായിരുന്നു, വാട്സാപ്പ് കോളായിരുന്നു തോന്നുന്നു. ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹങ്ങൾ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു ആഗ്രഹം? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇമ്മീഡിയറ്റ് ആഗ്രഹം നമുക്ക് അറ്റ് എ ടൈം ഓരോ പടങ്ങളായിട്ട് ചെയ്യണം. അറ്റ് എ ടൈം ഒരു പടം വൃത്തിയായിട്ട് ചെയ്യണം. അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അതിനെ പെട്ടെന്ന് അച്ചീവ് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി മാസങ്ങൾക്കുള്ളിൽ അത് അച്ചീവ് ചെയ്യുന്നത് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടാകട്ടെ. അതെ, അതാ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ഞാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ നാട്ടിലും അതിപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ നാട് വിട്ടുകൊണ്ടുള്ള കൊച്ചി, ചെന്നൈ, ഇപ്പോൾ ഹൈദരാബാദ്, ഇങ്ങനെയൊരു സംഭവം. എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. അപ്പോൾ എനിക്ക് അവിടെ ഒരു വീടൊക്കെ വെച്ച്, ഇപ്പോൾ വീടുണ്ട്, എൻ്റെ അച്ഛനും ഒക്കെയുള്ള വീടുണ്ട്. അതല്ലാതെ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ ഒരു വീടൊക്കെ വെച്ച് അതെൻ്റെ ഒരു സെക്കൻഡ് ഇതായിട്ട് ഒരു വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട് അവിടെ പോയിരുന്നും കൂടെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് അവിടെ ഇരുന്ന് എനിക്ക് വലിയ പടങ്ങൾ ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ തെലുങ്കൻ ഡയറക്ടർ ആണെങ്കിലും പുള്ളിയും നമുക്ക് അവിടെ കൊണ്ടുപോയി പാടമൊക്കെ കാണിച്ചു കൊടുത്ത് നമുക്ക് ചില ഡിസ്കഷൻസും ക്രിയേഷൻസും ഒക്കെ ഉണ്ടാവണം. കാരണം അവിടെ പാടം, അമ്പലം, കുളം, അങ്ങനെയുള്ള നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുമല്ലോ സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ്, അതാണ് റിയൽ സ്ഥലം എൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു മാധുര്യം ഭയങ്കര വലുതാണ് എനിക്ക്. കാരണം എൻ്റെ ചെറുപ്പം തൊട്ട് അത് കേട്ടതുകൊണ്ടും അത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും സോ കോൾഡ് സിറ്റിയുടെ ഉള്ളിൽ സ്റ്റുഡിയോ എന്നുള്ള സെറ്റപ്പ് ഒന്നും ഇത് ഇരിക്കട്ടെ, പക്ഷെ എനിക്കൊരു എൻജോയ് ചെയ്യാനും ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു സ്പേസ് ആയിട്ട് എൻ്റെ നാട്ടിലൊരു സ്റ്റുഡിയോയും ഒക്കെ ആയിട്ട് അവിടെ ഒന്ന് ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതൊരു അടുത്തൊരു ആഗ്രഹമാണ്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കൂടുതൽ പറഞ്ഞാൽ നടക്കില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നടക്കാവുന്ന ഒരു ആഗ്രഹങ്ങളാണ്, ചെറിയ ആഗ്രഹങ്ങൾ. തീർച്ചയായിട്ടും. അതായത് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് മാത്രമാണ് ഞാൻ നോക്കുന്നത്, ഭയങ്കര അറ്റം ഞാൻ ചിന്തിക്കുന്നില്ല. രഞ്ജൻ്റെ ഒരു കഴിവും കുറേ ആളുകളുടെ പ്രാർത്ഥനയൊക്കെയാണ് രഞ്ജനത്തെ പ്രേക്ഷകർ ഏറ്റെടുക്കുക. അതോടൊപ്പം തന്നെ ഈ മ്യൂസിക്കിനെ കുറിച്ച് റിവ്യൂവേഴ്സ് കുറേ ഉണ്ട് അല്ലേ? സിനിമയെക്കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന റിവ്യൂമാണ്. അതോടൊപ്പം മ്യൂസിക്, ഇത് ഭയങ്കര പ്രശ്നമാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്, ഈ മ്യൂസിക്കിനെ കുറിച്ച് വല്ല ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം ഞാൻ റീസെൻ്റ്ലി നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സുരാജ് ഏട്ടൻ്റെ, നിതിൻ രഞ്ജി പണിക്കർ. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സീരീസാണത്. എൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള സീരീസ്. ഈ പറഞ്ഞ പോലെ നാട്ടുമ്പുറത്തുകാരനായോണ്ടായിരിക്കാം, അത്രയും നേറ്റിവിറ്റി ഉണ്ട്. അങ്ങനെയാണല്ലോ പോകുന്നു. അത്രയും നേറ്റിവിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ 78 ആലപ്പുഴയും ഒറ്റപ്പാലവും റാന്നിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ആ സീരീസ്. 10 ദിവസം കൊണ്ട് സ്കോർ ചെയ്ത് തീർത്തതാണ് 6-7 എപ്പിസോഡ്സും. അപ്പോൾ കാരണം പഴനി വരുന്നു, അപ്പോൾ എനിക്ക് പെട്ടെന്ന് മഴവിൽക്കാവടി ഓർമ്മ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വൈബ് അതായതുകൊണ്ടായിരിക്കും. പക്ഷെ വളരെ ഈസി ആയിട്ട് എല്ലായിടത്തുനിന്നും പേഴ്സണൽ കോൾസ് വന്നുകൊണ്ടിരിക്കുക. മ്യൂസിക് ഗംഭീരമായി, വളരെ വ്യത്യസ്തമായി, രഞ്ജിനാണ് ചെയ്തെന്ന് തോന്നുന്നില്ല,
പഴയ കാലത്ത് ഒരു മ്യൂസിക് നമ്മൾ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് ആ കാലഘട്ടത്തിലെ ഒരുപാട് ടോൺസും കാര്യങ്ങളും നമ്മളത് അച്ചീവ് ചെയ്ത് അതന്നെ എക്സാക്റ്റ് ആയിട്ട് പിടിച്ചു. അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ അല്ല, അതേ വേർഷനാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് മ്യൂസിക് അരോചകമായി തോന്നി എന്നൊക്കെ ഒരു റിവ്യൂ ഞാൻ കേട്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താ ഈ പറയുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച ബി മലയാളം കാലം തൊട്ടുള്ള ചിന്തകളുണ്ട് നാഗേന്ദ്രനില്. ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക എൻ്റെ മനസ്സിൽ ബി മലയാളം ക്ലാസ്, മലയാളം 2. കാരണം അതിൽ കഥയാണ്. ഓരോ നിന്റെ ഓർമ്മയ്ക്ക്, ലീലയുടെ കഥ, ഇതൊക്കെയാണ് ബി മലയാളത്തിൽ വരുന്നത്. അപ്പൊ ആ കാലം തൊട്ടുള്ള സൈക്കോളജികൾ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം അച്ചീവ് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്ടറും എല്ലാവർക്കും അറിയാം, അത് കണക്ട് ആയിട്ടുമുണ്ട്. അത് സിമ്പിളായിട്ട് അരോചകമായി എന്ന് മാത്രം പറയുമ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ബാല്യം തൊട്ടുള്ള സൈക്കോളജി അതിലുണ്ട്. സിമ്പിളായിട്ട് അത് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ. പിന്നെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. പക്ഷെ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മ്യൂസിക്കിന് വേണ്ടി ഒരു തവണ കാണണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എല്ലാം കൂടെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എനിക്ക് തോന്നുന്നു. അത് ഞാൻ മ്യൂസിഷ്യനെ കൊണ്ട് പറയുന്നതായിരിക്കാം, സിനിമാറ്റോഗ്രാഫറിന് അതേപോലെ തന്നെ പറയാനുണ്ടാവാം. പക്ഷേ ആസ് എ മ്യൂസിഷ്യൻ എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ പറഞ്ഞില്ലേ, ചില മോശം പടങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്, മോശം സീനുകൾ ചെയ്യേണ്ടി വരാറുണ്ട്. ഈ സീന് ഈ മ്യൂസിക് കൂടെ അല്ല ഇരുന്നെങ്കിൽ എന്താണെന്ന് അവർ ചിന്തിക്കണം. ഈ മ്യൂസിക് ഇട്ടുകൊണ്ട് ഇത് പ്രസന്റബിൾ എങ്കിലും ആയി എന്ന് അവർ ചിന്തിക്കണം. ആസ് എ ഹോൾ മോശമായിരിക്കാം, പക്ഷെ ഇതല്ലായിരുന്നെങ്കിൽ ഇത് എന്തായിരുന്നെങ്കിലും ചിന്തിക്കണം. ഈ സ്കോർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായേനെ, എന്തുകൊണ്ടായിരിക്കാം ഈ സ്കോർ ഇട്ടത് എന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി മാത്രം ഇട്ട തവണ കാണണം. ആദ്യത്തെ തവണ കണ്ടിട്ട് സിനിമയെ പറ്റി പറഞ്ഞോട്ടെ. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയണമെങ്കിൽ മിനിമം ഒരു തവണയെങ്കിലും കാണണം. അതിന്റെ ഇടയിൽ കമന്റ് അതിന്റെ പൈസ തരുമെന്നായിരിക്കും ചോദിക്കുക. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ അതാണ് റിയാലിറ്റി. അതാണ് റിയാലിറ്റി. അതെന്തോ അതൊക്കെ സോ കോൾഡ് അത് മൈൻഡേ ചെയ്യണ്ട. പക്ഷെ അതെങ്ങനെയെങ്കിലും ചെയ്യണം എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. ഒക്കെ അവരുടെ ഇഷ്ടം, അവരുടെ തീരുമാനങ്ങൾ. അത് ആരെയും പിന്നെ ബാധിക്കൊന്നുമില്ല, നമ്മളെയും ബാധിക്കാൻ പാടില്ല. അവരവരുടെ കാര്യം ചെയ്യുന്നു, അവർ വളരെ സ്റ്റേൺ ആയിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നു. അതിലവർ ജെന്യൂനിറ്റി കീപ്പ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. കറക്റ്റാണ്. ജെന്യൂനിറ്റി കീപ്പ് ചെയ്തതിനെല്ലാം ഓക്കെ. പ്രശ്നങ്ങൾ നമുക്ക് അവിടെ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ട് പാളുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ആ പാളലിലാണ് നമ്മളെ അനാവശ്യമായിട്ട് നമ്മളെ അഫക്റ്റ് ആവുന്നത്, അത്രേ ഉള്ളൂ. അതവരെ സീരിയസ് ആയിട്ട് അവരെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ജെന്യൂനായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ആനന്ദ് ശ്രീബാലയിലെ ഒരു പാട്ട് 2 ലൈൻ. യെസ്. മന്ദാരമലരിൽ മഞ്ഞോല നീയും കുഞ്ഞോമലല നീ കുരുന്നീ, തീരാത്ത പകലിൻ നോവേന്തി നീറും ഈരാവിനൊളി നീ നിലാവേ, നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാൻ അരികെ, പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി. ഈ തെലുങ്ക് പാട്ട് മ്യൂസിക് ചെയ്യാൻ പോകുമ്പോൾ അർത്ഥം മനസ്സിലാക്കണ്ടേ? തെലുങ്കിന്റെ ട്യൂണിൽ ഇമോഷൻ കൊണ്ടുവന്നു. പിന്നെ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ എഴുതിയത്. അപ്പൊ പുള്ളി അതിന്റെ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥവും കൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അയച്ചു തന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി. പിന്നെ സ്കോർ ചെയ്യുമ്പോഴും സബ് ടൈറ്റിൽ ആദ്യമേ അവര് എനിക്ക് വേണ്ടി സ്പീഡായിട്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതും കൂടെ വെച്ചിട്ടാണ് സ്കോർ ചെയ്തത്. അല്ല അതാണ് അങ്ങനെ, കാരണം നമ്മുടെ നായാട്ട് എന്ന് പറഞ്ഞിട്ട് എക്സാക്ട് സെയിം അല്ല, അവർ അവരുടെ കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഭീകരമായിട്ട്. പക്ഷെ അതാ പറഞ്ഞു, ഞാൻ നായാട്ടിന് ഇത്രയും കമേഴ്ഷ്യലൈസ് ചെയ്ത് വിചാരിച്ചു. അവിടെ ഓഡിയൻസ് സെന്റർ പറയുന്നത് ഭയങ്കര ഓഫ് ബീറ്റ് ഓടുന്നത്. അല്ല അത് ചേഞ്ചിക്ക് ഭയങ്കരമായിരിക്കും അല്ലേ. അപ്പം ഒത്തിരി സന്തോഷം കേട്ടോ, എനിക്ക് ഒത്തിരി സന്തോഷം. കുറെ നാള് ആയി ഹൈദരാബാദ് കൂടെ ഇരിക്കണം വിചാരിച്ചിട്ട്. അത് ഇന്ന് ആനന്ദ് ശ്രീബാല കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാം. എല്ലാ ആൾക്കാരും ആനന്ദ് ശ്രീബാല കാണാൻ പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് നമുക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. ഇപ്പോൾ രാത്രി ആയപ്പോൾ ചുവന്ന
ബുക്ക് മൈ ഷോ കണ്ടു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ സ്ക്രീനിന്റെ എണ്ണം കൂടുന്നു. സ്ക്രീനിൻ്റെ എണ്ണം കൂടുന്നു, വലിപ്പമുള്ള തിയേറ്റേഴ്സിലേക്ക് മാറുന്നു. വളരെ ജെന്യൂനായിട്ട് അപ്പോഴേ നമ്മൾ പറഞ്ഞു ജെന്യൂനിറ്റിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് ജെന്യൂനായിട്ട് ചെയ്ത മ്യൂസിക്കാണ്. അപ്പോൾ അതേ ഒരു അർത്ഥത്തിൽ ജനങ്ങളെടുത്തു കഴിഞ്ഞാൽ ഞാനും ചെയ്ത അധ്വാനത്തിനൊരു റിസൾട്ട് ഉണ്ടായതായിട്ട് കരുതും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കാർമേഘം മാറി നല്ല മനസ്സോടുകൂടി എല്ലാം ശ്രീകുമാർ ഇദ്ദേഹത്തിന് ഒരു പാട്ട് പാടാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥ ആഗ്രഹം. അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവിക്കും എന്ന് നമുക്ക് കാണാം. തീർച്ചയായിട്ടും സംഭവിക്കും. ഒത്തിരി സന്തോഷം. താങ്ക് യു ഹൈദർക, താങ്ക് യു സോ മച്ച്, താങ്ക് യു.